നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് താൽപ്പര്യമുള്ള ആളുകൾ, നിലവിലിപ്പോൾ ആ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, പുതിയ ആളുകളെ ചേർക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കാർഡിന് ആവശ്യമുള്ള ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയെല്ലാം നമുക്ക് കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും, എങ്ങനെ പുതിയ ആളുകളെ ചേർക്കാൻ സാധിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഒരു സംഭവങ്ങൾ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം വീഡിയോസ് വരുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഏകദേശം ഇപ്പോൾ 10 വർഷത്തോളമായി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നു. എന്നാൽ ഈ കാർഡ് വരുന്ന സമയത്ത് 2015-16 കാലഘട്ടങ്ങളിൽ ഈ കാർഡ് എടുക്കുന്ന സമയങ്ങളിൽ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് കാർഡ് ഇപ്പോൾ പുതിയതെടുക്കാനും പുതുക്കാനും സാധിക്കുന്നുള്ളത്. എന്നാൽ പല വഴികളിലൂടെയും നമുക്ക് ഈ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അതെന്തെല്ലാമാണ് ആദ്യം നോക്കാം. അതിൽ ആദ്യത്തെ മാർഗം 2019-20 കാലഘട്ടങ്ങളിൽ ഈ കാർഡ് കറക്റ്റായി പുതുക്കി പോകുന്നതിന് ശേഷം ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു ലാമിനേഷൻ ചെയ്തൊരു കാർഡ് ലഭിച്ചിരുന്നു. അന്ന് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കാർഡ് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ വിദേശത്തായതിനാലോ അല്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരില്ലാത്തത് മൂലമോ മറ്റോ നമുക്ക് ആ കാർഡ് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ആ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് അവർ ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു അത്യാവശ്യം വരുന്ന സമയത്ത്, ഹോസ്പിറ്റൽ കേസോ മറ്റോ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കാർഡ് എടുക്കുന്ന സൗകര്യമുണ്ടെങ്കിൽ അതിനവിടെ ഒരു കിയോസ്ക് ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിലുള്ള ഈ കാർഡ് നിലവിൽ ഇപ്പോൾ ഈ ലാമിനേഷൻ ചെയ്ത രൂപത്തിലുള്ള കാർഡുള്ള ആളുകൾ അവിടെ വരികയും അതിനുശേഷം അവർ അവിടെ കിയോസ്കിൽ മെഷീനിൽ ഫിംഗർ വെക്കുകയും ആ കാർഡിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കുകയും അതിനുശേഷം നമ്മുടെ കുടുംബത്തിൽ പേരുള്ള റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളെയും അവിടെ നിന്ന് ചേർക്കാൻ സാധിക്കും. അങ്ങനെ ചേർത്തതിന് ശേഷം നമുക്ക് ആ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും തുടർന്ന് നമുക്ക് ആ കാർഡ് പുനഃെടുക്കാനും സാധിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ പുതുതായി വിവാഹം കൊണ്ടുവന്ന കുട്ടികൾ, അതല്ലെങ്കിൽ അതിനുശേഷം 5 വയസ്സൊക്കെ പ്രായം കഴിഞ്ഞ റേഷൻ കാർഡിൽ പേര് ചേർത്തിയ കുട്ടികൾ എന്നിവർക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മുടെ വീടുകളിലേക്ക് പുതുതായി വിവാഹം ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടികൾക്ക് അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നുള്ള പേര് സ്വന്തം വീട്ടിലേക്ക് മാറ്റുക. അതിനുശേഷമാണ് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക. റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക. റേഷൻ കാർഡിൽ പേര് വെട്ടിമാറ്റാൻ പ്രത്യേകിച്ച് രേഖയുടെയും ആവശ്യമില്ല. വിവാഹ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. സെയിം താലൂക്കിലാണെങ്കിൽ ഒറ്റ അപേക്ഷകൾ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല, വേറെ താലൂക്കുകളിൽ നിന്നാണെങ്കിൽ ആദ്യം ആ താലൂക്കിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതിനുശേഷം നമ്മുടെ പേരിൽ റേഷൻ കാർഡിലേക്ക് വെട്ടിമാറ്റുകയുമാണ് ചെയ്യേണ്ടത്. റേഷൻ കാർഡിൽ പേര് വെട്ടിമാറ്റാൻ പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല, എല്ലാ സമയങ്ങളും സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങളോ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. 2 വീട്ടിലെയും റേഷൻ കാർഡിൻ്റെയും കോപ്പി, പുതുതായി ചേർക്കേണ്ട വീട്ടിലെ ഒരാളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി തന്നെ ചേർക്കാൻ സാധിക്കും. അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി റേഷൻ കാർഡിൻ്റെ പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പേരുള്ള റേഷൻ കാർഡുമായി നമ്മൾ തൊട്ടടുത്തുള്ള കിയോസ്കുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കാൻ സാധിക്കും. അതിനുശേഷം അവർക്കും ഈ 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഈ കാർഡിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അവർക്ക് മുമ്പ് കാർഡില്ലെങ്കിൽ പോലും അവർക്ക് 70 വയസ്സ് കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇതിൽ തുടക്ക സമയത്ത് ചില ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യം, വരുന്ന ഘട്ടങ്ങളിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളെയും ഇതിലേക്ക് ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് അവരുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, തെറ്റൊന്നുമില്ലാത്ത ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആധാർ കാർഡിൽ ഒരു തരത്തിലുള്ള തെറ്റുകളും ഉണ്ടാവരുത്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയ കാർഡിൽ പേരുകൾ ചേർത്ത് കഴിഞ്ഞാൽ അവർക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ ഇതുവരെ എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ എത്തുന്നതാണ്.
അതിനുമുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക. നമ്മുടെ റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടെങ്കിൽ പേര് ഒഴിവാക്കുക. പുതിയ ആളെ ചേർക്കാനുണ്ടെങ്കിൽ പുതിയ പേര് ചേർത്ത് വെക്കുക. എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുകൂല്യം വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.